ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഒന്ന് നമ്മൾ അമ്പലത്തിൽ പോയിട്ട് വരികയാണ് ഗൈസ്. അമ്പലത്തിൽ ക്യാമറ അലോഡല്ല, അതുകൊണ്ട് ഞാൻ പുറത്തുനിന്നാണ് വീഡിയോ എടുക്കുന്നത്. കുറേ ദിവസമായി ഞാൻ വീഡിയോ എടുത്തിട്ട് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത്, അപ്പോൾ ഒന്നുണ്ട് പോസ്റ്റ് ചെയ്ത്. പിന്നെ ഞാൻ എത്തി. അപ്പോൾ ചെരുപ്പൊക്കെ ഇട്ട് റെഡിയായി. ഇവിടെ കുറേ പട്ടികളുണ്ട്, പേടിയാണ്. നമ്മൾ നേരെ പോകുന്ന എന്തെങ്കിലും കഴിക്കാനാണ് ആണെന്ന് എൻ്റെ വിശ്വാസം. അപ്പോൾ ഞാൻ ഈ നേരെ എന്ന് ചോദിച്ചൊക്കെ കിട്ടെ ഐസ്ക്രീം മാത്രം ഇവിടെ ഇല്ല ഗൈസ്. ഉണ്ട് എൻ്റെ ഇല്ലേ. അപ്പം ഞങ്ങളിവിടെ വന്നപ്പോഴേക്ക് ഇത്രയും തിരക്കുണ്ടായിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. പക്ഷേ ഇതിൽ ഇന്ന് ഇത്രയും തിരക്കില്ല കേട്ടോ. നല്ല തിരക്കുണ്ടാവും. ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല, ലൈനിൽ നിൽക്കണം. 2-3 വട്ടം ഒരു വട്ടം ഒഴുകിയിട്ടൊക്കെ വന്നു കേട്ടോ കഴിച്ച്. ഞങ്ങൾക്ക് ഇവിടെ ശരി നമുക്ക് നേരെ കഴിക്കാൻ അപ്പോൾ നമ്മളിന്ന് ഹോട്ടലിൽ നിന്ന് ഏതൊക്കെ ഫുഡാണ് നോക്കാം. അപ്പോൾ ഞാൻ എല്ലാവരും ഉണ്ട് കൂടെ. സായിച്ചൊക്കെ മുണ്ടൊക്കെ എടുത്ത് ചുമ്മാ അപ്പോൾ നമ്മളുടെ കാറ് ഇവിടെ ഒക്കെ ഉണ്ട്. ഇവിടെ ഫുൾ വണ്ടി. അപ്പോൾ ഗൈസ്, ഞാൻ കുറച്ച് നേരം അന്തം വിട്ടുപോയി. എന്താ വെച്ചാൽ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടായിരുന്നു സംസാരിക്കേണ്ടായിരുന്നു. ഇത്ര നേരം സംസാരിച്ചിട്ട് ഞാൻ ആരോടും സംസാരിച്ച പോലെ ഏതായാലും കഴിക്കാൻ പോകും. എന്നിട്ട് നാളെ ഉണ്ട് പരീക്ഷ, എന്നിട്ടാണ് ഞാൻ കളിക്കാത്തത്. ഞാൻ ഹോട്ടലിൽ നടന്നു പോവാണ്. അച്ഛൻ നമ്മുടെ ബാക്കിൽ വരുന്നുണ്ട്. എല്ലാവരും ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് എന്തായാലും ഇന്ന് നാളെ എക്സാമാണ് ഗൈസ്. റോഡ് ക്രോസ് ചെയ്യണം. വെരി ടാസ്ക് ഒന്നുമല്ല. ബേക്കറിയോ കേഫോ ഉണ്ട് ഇവിടെ. എത്ര തിരക്കൊന്നും നല്ല സിമ്പിളാണ്. സൗണ്ട് കുറച്ച് പറയുന്നത് കുറേ ആൾക്കാരെൻ്റെ ഇപ്പുറത്തൊക്കെ ഉണ്ട്. എന്താ വെച്ചാൽ ഫാമിലി മെമ്പേഴ്സ് അല്ലാതെ കുറേ പേരൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് സൗണ്ട് കുറച്ച്. നിങ്ങളറിയാതെ എനിക്കൊരു യൂട്യൂബും കൂടി ഉണ്ട്, കുഞ്ഞൊക്കെ സിനിമകളാണ്. നമ്മൾ ആര്യാസ് ഇത് കയറിയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഉള്ളിലെത്തിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇരിക്കാം. അപ്പോൾ നമുക്ക് കഴിക്കാൻ ഓർഡർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് 3 മസാല ദോശയില്ല, 3 നെയ്റോസ്റ്റ്, 2 മസാല ദോശ. കണക്ക് ശരിയല്ല അല്ല, അവർ അങ്ങോട്ടും ഇങ്ങോട്ട് കണക്ക് പറ്റാൻ പാടില്ല. റെഡി ആവട്ടെ, വരട്ടയ്ക്ക് വിശന്നിട്ട് വയ്യ കഴിച്ച് അത്ര ഇനി പോയി. എത്ര മണിക്കാണ് പുറത്തേക്ക് ഇറങ്ങാൻ എനിക്കറിയില്ല. എന്നാൽ ചൊവ്വാഴ്ച ഞാൻ സ്കൂളിൽ ലീവ് പറ്റില്ല. എൻ്റെ ഒരു അഴിഞ്ഞ മകൻ്റെ ഇടയ്ക്ക് വന്ന് നിങ്ങളെ നോക്കിയിട്ട് കമൻറ്റ് ചെയ്തിട്ടൊക്കെ അത് നോക്കിയിരുന്ന് ഞാൻ വിഷമം മാറ്റുന്നു ഗൈസ്. എനിക്ക് വിശക്കുന്നു.
ഒരു ഫോട്ടോ ഇതാക്കിയിട്ടുണ്ട്. അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കമൻറ്റ് ചെയ്യുക. എനിക്ക് എത്ര വിഷമം കിട്ടുകയാണെങ്കിലും ലാസ്റ്റ് രണ്ടാണെങ്കിൽ കൂട്ടും കഴിയും. ഇഷ്ടമില്ല നോക്കിയിരുന്ന് എൻ്റെ കണ്ണൊക്കെ ഇതായി. ഞാൻ ഇന്നലെ രാത്രി കുറച്ച് ഭക്ഷണം കഴിച്ചിട്ട് പോയി സംഭവം കഴിച്ചിട്ടുണ്ട്. ഇവിടെ തെറ്റൊന്നുമില്ല, ചെറിയ ഇതായി എനിക്കിഷ്ടമല്ലായിരുന്നു. അപ്പോൾ കുറച്ച് കഴിച്ചു. ഗുളിക കഴിക്കേണ്ടായിരുന്നു. തൊണ്ടവേദന, ചുമ ഇതൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് സൗണ്ടിൽ തന്നെ വ്യത്യാസം മനസ്സിലാക്കും. ഇനി ഒന്നും മുടി ചെയ്തിട്ടില്ല. ഞാൻ ഇവിടെ ഒന്ന് കെട്ടാൻ വിചാരിച്ചിട്ട് ഇവിടെ നിന്ന് കെട്ടാൻ സമ്മതിക്കുന്നില്ല. സത്യം പറയാം, എനിക്ക് മേക്കപ്പ് സാധനങ്ങളൊക്കെ അലർജിയാണ്. ഞാൻ പക്ഷെ ഇവിടേക്ക് വരുമ്പോൾ ഫുള്ള് വടക്കം പൊട്ടിക്കാട്ടോ കേസ്. ഇവിടെ ഇത്രയും നേരമില്ലാത്ത വിശപ്പൊക്കെ വേദിക്ക് വരണോ എന്നിട്ട് വയറിങ്ങനെ കാണും. ഒരാൾ കൂടില്ല ഇപ്പോൾ. നമ്മളുടെ സാപ്പർക്കുള്ള സാധനം ഇതൊക്കെ അങ്ങനെ സെറ്റാക്കി നമുക്ക് കഴിക്കാം. ചായ വേണ്ടേ? പൈസേൻ്റെ ഇടയ്ക്ക് എനിക്ക് അമ്മ കുറച്ച് മസാല തന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് എഡിറ്റിംഗ് ഒന്നും അറിയില്ല. അതിലെൻ്റെ വീക്ക്നെസ് യൂട്യൂബിൽ കാണുന്നുണ്ട്. സംഭവത്തൊക്കെ അതാണ് എനിക്ക് പ്രശ്നം. അപ്പം നമ്മുടെ കഴിക്കലാണ് കഴിഞ്ഞു. Eating process over, guys. ഇവിടെ ഇരിക്കണം എന്താ വെച്ചാൽ അച്ഛമ്മേനെ വെയിറ്റ് ചെയ്ത് കളിക്കും. വാങ്ങിച്ചത് മൂന്ന് നെയ്റോസ്റ്റും 2 മസാല ദോശയും പിന്നെന്താ ചായ 5 വട 5 പേർക്ക് 5 വട പിന്നെ 3 ചായ. പോവാം വന്നു നമുക്കത്. താങ്ക് യു. ഞാൻ എടുക്കണം ഈ സാധനം ഞാൻ എടുക്കണം അതുകൊണ്ട് ഹോർലിക്സ് ഡയബറ്റീസ് പ്ലസ് ഇതിലുള്ള ഡുവൽ ബ്ലെൻഡ് ഹൈ ഫൈബർ ഷുഗർ സ്പൈക്സ് കുറച്ച് ബ്ലഡ് ഷുഗർ മാനേജ് ചെയ്യുന്നു ആദ്യ ദിവസം തന്നെ. കയറി
ഒരു രസമുണ്ട് ഗൈസ്, സംസാരിക്കാനൊന്നും പറ്റുന്നില്ല. നമ്മളങ്ങനെ വണ്ടിയിൽ അവിടെ എത്തി. അപ്പോൾ നമ്മൾ അടുത്ത പ്രോസസ്സ് എന്താ അടുത്ത പ്രോസസ്സ്? വീട്ടിൽ കഴിക്കും. കഴിച്ചിട്ടില്ല. അയ്യെന്ന് വേണ്ട കിടക്കടി നാളിൻ്റെ മുഖം എടുക്കുന്നു. എനിക്കാണെങ്കിൽ എടുക്കുകയെന്ന് പറയുന്നു അമ്മ. ഓക്കെ ബൈ. ഞാൻ വീട്ടിലെത്തിയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. വീട്ടിൽ കുറേ സമയം എന്നെ കാണിക്കരുത്. ടാറ്റാ.